ഹലോ ഫ്രണ്ട്സ്, ഇപ്പോൾ ചക്കക്കാലമാണല്ലോ. അപ്പോൾ ഇവിടെയും ചക്ക അടക്കാനുള്ള പരിപാടിയിലാണ്. നമ്മളിവിടെ ചക്കക്കാലമായി പിന്നെ മൂന്നാല് പ്ലാവൊക്കെ അവിടെ ഇവിടെയൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിലെല്ലാം മിക്കവാറും രണ്ട് മൂന്നൊക്കെ എന്തായാലും കായ്ക്കുകയും ചെയ്യും. അപ്പോൾ ചക്കക്കാലം ആയാൽ പിന്നെ ഇവിടെ എന്നും ചക്കയാണ്. എന്തെങ്കിലും ഒരു ചക്ക വച്ചിട്ടുള്ള എന്തെങ്കിലും ഒരു കറിയാണ്. മിക്കവാറും ചക്ക എരിശ്ശേരി, ചക്കപ്പുഴുക്ക്, ചക്ക അവിയൽ, ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ കാണും. അപ്പോൾ നമുക്ക് ഇപ്പോൾ 2-3 ദിവസമൊക്കെ ആകുമ്പോഴത്തേക്ക് 2-3 ദിവസമൊക്കെ ഇഷ്ടമായിരിക്കും. പിന്നീട് ആകുമ്പോഴത്തേക്ക് അയ്യോ എന്നും ചക്കയെന്ന് ചോദിക്കാറുണ്ട്. എങ്കിലും ചക്കക്കാലം തീരുന്നത് വരെ അതിലൊരു മാറ്റം വരും, ചക്ക കാണും. പിന്നെ ചക്കക്കാലം കഴിയുമ്പോൾ നമുക്കും തോന്നും അയ്യോ ചക്ക കിട്ടിയിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു എന്ന് തോന്നും. അല്ലെങ്കിൽ ചക്കക്കാലം ആയിരുന്നെങ്കിൽ എനിക്ക് ചക്ക കഞ്ഞിയുടെ കലക്കണയാണ് കേട്ടോ ഇഷ്ടം. അപ്പോൾ ചക്ക കലക്കാമായിരുന്നു എന്ന് തോന്നും. നമ്മൾ രാവിലെ മാമിച്ചി ചക്ക അടത്തിട്ടിട്ടുണ്ട്. എന്നിട്ട് വിളഞ്ഞെന്നൊക്കെ നോക്കിയിട്ട് എടുത്തിട്ട് വന്ന് അറഞ്ചം പുറഞ്ചം വെട്ടി നമുക്ക് എടുക്കാൻ പരുവത്തിന്, അതായത് ഇനി കറിക്ക് ആവശ്യത്തിന് പിന്നെ നമുക്കത് ചവണി എടുത്താൽ മതി, ആ പരുവത്തിന് വെട്ടിയിട്ടിട്ടുണ്ട് കേട്ടോ. അപ്പം നമുക്ക് ഇനി ഞാനും അമ്മൂമ്മയും കൂടി ഇരുന്നിട്ട് ചക്ക എടുക്കുന്നുണ്ട്. ചക്ക മടലിൽ നിന്ന് എടുക്കുന്നുണ്ട്. നമ്മളിന്ന് ചക്ക പുഴുക്കുണ്ടാക്കാനുള്ള പരിപാടിയാണ് കേട്ടോ. എനിക്ക് ചക്ക എരിശ്ശേരിയാണ്, പുഴുക്കിനേക്കാളും ചക്ക എരിശ്ശേരിയാണ്. ചോറിൻ്റെ കൂടെ കഴിക്കാൻ ഇഷ്ടം ചക്ക എരിശ്ശേരിയാണ്. ചക്ക പുഴുക്കാണെങ്കിൽ വെറുതെ മീനും ചക്ക പുഴുക്കും കൂടെ കഴിക്കാൻ ഇഷ്ടമാണ്. അപ്പം നമ്മൾ ചക്ക മടലിൽ നിന്നെല്ലാം ഇളക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മളതിൽ നിന്ന് നമ്മൾ ചക്ക ഉപ്പെടുത്തിയെടുക്കണം എന്നാണ് പറയണത്. അപ്പോൾ കുരുകളഞ്ഞെടുക്കണം, നമ്മൾ ഉപ്പെടുത്തിയെടുക്കണം എന്ന് പറയും. അങ്ങനെ നമുക്കെടുത്ത് അരിഞ്ഞെടുക്കാനായിട്ടുള്ള പണിയിലാണ്. അപ്പോൾ ചക്കയൊക്കെ ഒരുവിധം എല്ലാം ഉപ്പെടുത്തി ഉപ്പെടുത്തി തുടങ്ങി. ഞാൻ കാണിച്ച മണ്ടത്തരം എന്ന് വെച്ചാൽ ചക്കക്കുരുവും ചക്കച്ചവണിയും എല്ലാം കൂടെ ഒരുമിച്ചങ്ങ് ഇട്ട് വച്ചിട്ടുണ്ടായിരുന്നു. അത് പിന്നീട് നമ്മൾ പാറക്കുട്ടിക്ക് കൊടുക്കാൻ നേരത്ത് അതൊരു ബുദ്ധിമുട്ടാണ്. പിന്നെ കാണിച്ചൊരു മണ്ടത്തരം എന്ന് വെച്ചാൽ ഈ പാത്രത്തിൽ ചക്കച്ചോള എറുത്തിട്ട പാത്രത്തിൽ തന്നെ ഞാൻ അതിലിട്ട് തന്നെ അരിഞ്ഞു. അവസാനം അരിഞ്ഞെല്ലാം അതിൻ്റെ മീതായപ്പോഴത്തേനും അരിഞ്ഞത് ഏതെന്ന് അറിയാൻ പറ്റാത്ത അവസ്ഥയിലായി. ഒരുപാട് പണിയെടുത്തിട്ടാണ് നമ്മൾ പിന്നീട് തിന്ന് എല്ലാം നുള്ളി പുറക്കി അരിഞ്ഞിട്ടത്. കാരണം ഇതിൻ്റെ മീതയിൽ തന്നെ അരിഞ്ഞിട്ടപ്പോഴത്തേക്ക് ചുളയെല്ലാം അടിയിലായിപ്പോയി. എക്സ്പീരിയൻസ് കുറവിൻ്റെതുണ്ട് കേട്ടോ, സ്പീഡ് കുറവാണ്, പതിയെ ചെയ്യുള്ളൂ. കത്തിയാണല്ലേ കുഞ്ചൂസിൻ്റെ അഭിപ്രായത്തിന് കത്തി ചെയ്യണം എന്നാണ് പറയണത്. അതാണ് കത്തിയാണ് ചെയ്യണത്, ഞാനല്ല കത്തി. പെട്ടെന്ന് അത് സ്പീഡ് കിടക്കണോണ്ടായിരിക്കും. അപ്പോൾ ചക്കച്ചോള മീതൊക്കെ ഉണ്ടതെല്ലാം അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ നോക്കിയപ്പോഴത്തേക്ക് അടിയിൽ പിന്നും 1-2 ചുളയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. 1-2 നല്ല അടിയിൽ അത്യാവശ്യം ചുളകളൊക്കെ ഉണ്ടായിരുന്നു. മരം മൊത്തത്തിൽ നല്ല പകുതി ചക്കയുണ്ട്. പകുതി ചക്കയുടെ പകുതി ചക്കയുണ്ട്. പകുതി നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച്, പകുതി നമ്മൾ കറി വെച്ചോളൂ. പകുതി അപ്പൂപ്പൻ്റെ കൂടെ എടുത്ത് പകുതി നമ്മൾ 2 ദിവസത്തേക്കായിട്ട് വെച്ചിട്ടുണ്ട്. ചക്ക പുഴുക്ക് വയ്ക്കാനും ചക്ക എരിശ്ശേരി വയ്ക്കാനായിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഞാൻ ഇതിന് കഴുകി എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ വയ്ക്കുന്ന കറിച്ചട്ടിയിലോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് വെള്ളം ഒഴിച്ച് അടച്ചിരിക്കണം. ഇതിനിടയ്ക്ക് ഓരോ ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഓരോന്നെടുത്ത് കഴിക്കുന്നുണ്ട് കേട്ടോ. ഇതിന് ചെറിയ മധുരവും കൂടെ ഉണ്ട്. നന്നായി വിളഞ്ഞപ്പം നല്ല ചെറിയ ചക്കച്ചുള കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ ഉപ്പെടുത്തുന്ന കൂട്ടത്തിൽ ഞാൻ 5-6 എടുത്ത് കഴിക്കാറുണ്ട്. ഉപ്പെടുത്തുന്ന ചക്കച്ചുളയിൽ നിന്ന് കുരു എടുക്കണേനാണ് ഉപ്പെടുത്തണം എന്ന് പറയണം. കുറച്ച് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് വേവാനായിട്ട് വയ്ക്കുന്നത് കേട്ടോ. ഇപ്പോൾ ഉപ്പഴിക്കില്ല,
ചുമ്മാ ഇരിക്കുമോ? ഇപ്പോൾ ഉപ്പ് ഒഴിക്കുന്നില്ല, ഒന്ന് വെന്തിട്ട് തിളച്ച് വരുമ്പോഴത്തേനും ഉപ്പ് ഒഴിക്കാമെന്ന് വിചാരിച്ച് അമ്മ മുറിച്ചുകൊണ്ട് വന്നത് പാറുവിന് ബില്ല് പറിക്കാൻ പോയപ്പോൾ. അപ്പോൾ നമ്മൾ കറണ്ട് പണി തന്ന കേട്ടോ. കറണ്ട് രാവിലെ മുതലേ കറണ്ടില്ല. അപ്പോഴൊന്ന് കുറേ നാൾക്ക് ശേഷം എനിക്ക് കല്ലിലരയ്ക്കേണ്ടി വന്നു. ഒരുപാട് നാളായി ഞാൻ കല്ലിലരച്ചിട്ട്. പണ്ടൊക്കെ അരയ്ക്കുമായിരുന്നു, ഒരുപാട് ഇഷ്ടമായിരുന്നു കല്ലിലരയ്ക്കാൻ. എല്ലാ കറിയും കല്ലിലരച്ച് തന്നെയാണ് വെച്ചുകൊണ്ടിരുന്നത്. പിന്നീട് അരയ്ക്കാതെ ഇപ്പം മടി പിടിച്ച്. എന്നും ചമ്മന്തി അരയ്ക്കും. വീട്ടിൽ നിൽക്കുന്ന പഠിക്കാൻ പോയതൊക്കെ വീട്ടിൽ നിൽക്കുന്ന ദിവസങ്ങളിലൊക്കെ ചമ്മന്തി കല്ലിലരച്ച് ചമ്മന്തിയും പയറും കഞ്ഞിയൊക്കെ ഉണ്ടാക്കുമായിരുന്നു. ഭയങ്കര ഇഷ്ടമായിരുന്നു പയറും കഞ്ഞിയും ചമ്മന്തിയും. അപ്പോൾ ആ ചമ്മന്തി കല്ലിലരച്ചെടുക്കുമായിരുന്നു, മിക്സിയിൽ ചമ്മന്തി അരയ്ക്കില്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ എല്ലാം മിക്സിയിൽ അരച്ച് തുടങ്ങിയപ്പോഴത്തേനും കല്ലിലരയ്ക്കാൻ ഭയങ്കര മടിയായി. ആ മടി മാറ്റാനായിട്ടാണ് തോന്നുന്നത് രാവിലെ കറണ്ട് പോയത്. വന്നപ്പോൾ ഒരു നേരമായി. അപ്പോൾ എനിക്ക് ചക്കയ്ക്ക് കല്ലിലരയ്ക്കേണ്ടി വന്നു കേട്ടോ. പിന്നെ തേങ്ങയും മഞ്ഞൾപ്പൊടിയും ഇഞ്ചിയല്ലല്ലോ ജീരകവും വെളുത്തുള്ളിയും കാന്താരി മുളക് നമ്മൾ കണ്ടല്ലോ. കാന്താരി മഞ്ഞ കളർ തേങ്ങ അരച്ചത്, കാന്താരി മുളകും പിന്നെ കറിവേപ്പില, ഇത്രയാണ് നമ്മൾ ചക്കയ്ക്ക് അരയ്ക്കുന്നത്. അപ്പോൾ ഇത്രയും അരച്ച് വരുന്നു. മിക്സിയിലാണെങ്കിൽ എന്ത് എളുപ്പമായിരുന്നു, ഒറ്റ കറക്കത്തിൽ കാര്യം നടക്കുമായിരുന്നു. ഇത് പിന്നിട്ട് അരച്ച് ഒന്ന് സാറമിണ്ടാതിരിക്കുമോ? കുഞ്ചൂസ് എന്നെ ട്രോളാൻ വേണ്ടിയിട്ട് വന്നിരിപ്പുണ്ട് കേട്ടോ. അങ്ങനെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി എല്ലാ അരപ്പും കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് പാത്രത്തിലോട്ട് എടുക്കാം. പിന്നെ കല്ല് കഴുകി കുറച്ച് വെള്ളം കൂടി ഒഴിക്കുമ്പോൾ ചക്കപ്പുഴുക്ക് അതിൻ്റെ അധികം വെള്ളം വേണ്ടല്ലോ, കുറച്ച് വെള്ളം മതിയല്ലോ. അതുകൊണ്ട് കല്ല് കഴുകിയിട്ട് ഒരുപാട് വെള്ളമൊന്നും എടുക്കില്ല, കുറച്ച് വെള്ളം മാത്രം എടുത്തിട്ട് അരപ്പെടുക്കുക. മിക്സിയിൽ 1 മിനിറ്റ് കൊണ്ട് കഴിയാനുള്ളത് ഞാൻ കല്ലിൽ അരയ്ക്കിറങ്ങിയപ്പോൾ 10 മിനിറ്റ് എടുത്തു കേട്ടോ. എന്തായാലും പെട്ടെന്ന് കഴിഞ്ഞില്ലേ? ഇതൊക്കെ പെട്ടെന്ന് തീരുമോ? അപ്പോൾ അരച്ച് ഒന്ന് കഴുകി എടുക്കുന്നുണ്ട് കേട്ടോ. വെള്ളമൊക്കെ കളർ കലക്കി മൊത്തം. ഇപ്പം കാണാൻ കറക്റ്റ് ടാങ്ക് വെള്ളം പോലെ, നാരങ്ങ വെള്ളം പോലെ ഉണ്ട്. ആദ്യം ഒരിക്കൽ കഴുകി ഒഴിച്ചായിരുന്നു, അത് പിന്നെ ഇത് ഡിഗ്രി എടുക്കാൻ മറന്നു ഇതുകൊണ്ടാണ് ലാസ്റ്റ് ഒന്നും കൂടി ഒന്ന് കാണിക്കുന്നത്. അങ്ങനെ അരപ്പ് റെഡിയാക്കിയിട്ടുണ്ട്. ഈ സമയത്ത് തന്നെ നമ്മൾ ചക്ക വെന്ത് അതിൽ ലേശം ഉപ്പിട്ട് കൊടുത്തു, അന്ന് ഉടച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് കുറച്ച് ഉപ്പിട്ട് കൊടുത്തു. ആ ഇതിലിട്ടാണ് ഞാൻ അരപ്പ് ഇട്ട് കൊടുക്കുന്നത്. അത് അരപ്പിട്ട് നന്നായിട്ട് ഇളക്കി ഒന്ന് അടുപ്പിൽ അരപ്പൊന്ന് ചൂടാവാനായിട്ട് വച്ചെടുത്തിട്ടുണ്ട്. അപ്പം നോക്കിയപ്പോൾ ഉപ്പ് കറക്റ്റായില്ല, പിന്നെ കുറച്ച് ഉപ്പും കൂടി ഇട്ട് ഇളക്കിയിട്ടുണ്ട്. അപ്പം നമ്മൾ ചക്കപ്പുഴുക്ക് ഇത്രയേ ഉള്ളൂ, റെഡി ആയിട്ടുണ്ട്. അമ്മ കാണാൻ മരിച്ചിന് പോലും ഉണ്ട്.